നമസ്കാരം. പ്രധാന വാർത്തകൾ. 7 വർഷമായിട്ടും വാളയാർ കേസിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തത് പോലീസ് സംവിധാനത്തിനും സർക്കാരിനും വലിയ നാണക്കേടെന്ന് ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസ്. ഇവിടെ നടക്കുന്നത് നീതി നിഷേധം. നീതി ലഭിക്കും വരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ബിഷപ്പ്. കേസന്വേഷണം സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് 5 വിളക്കിന് സമീപം വാളയാർ നീതി സമരസമിതിയുടെ പ്രതിഷേധം. അവകാശ ദിനം ആചരിച്ച് CITU. വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും ധർണയും. ലേബർ കോഡ് പിൻവലിക്കണമെന്നും സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കണമെന്നും മുഖ്യ ആവശ്യം. തൊഴിലാളി സമൂഹത്തെ അടിമയുഗത്തിലേക്ക് നയിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് യൂണിയൻ നേതാക്കൾ. പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്റെ പ്രതിഷേധം. +1 സീറ്റ് വിഷയത്തിൽ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും 4000-ലേറെ വിദ്യാർത്ഥികൾക്ക് ജില്ലയിൽ +1 പ്രവേശനം ലഭിച്ചിട്ടില്ലെന്ന് നേതാക്കൾ. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം പരസ്പര വിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമെന്നും ആക്ഷേപം. BMBC നിലവാരത്തിൽ 6 വർഷം മുമ്പ് നവീകരിച്ച ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ കൂനത്തറ പൊതുമരാമത്ത് റോഡ് തകർച്ചയിൽ. നിർമ്മാണത്തിലെ അപാകത തകർച്ചയ്ക്കു കാരണമെന്ന് ആക്ഷേപം. 6 വർഷം കൊണ്ട് തത്തംകോട് സെന്ററിലെ കൾവർട്ട് തകർന്നതായും പല ഭാഗത്തും റോഡ് വിണ്ടുകീറിയതായും സംരക്ഷണ ഭിത്തികൾ തകർന്നുകൊണ്ടിരിക്കുന്നതായും പരാതി. പരുതൂരിൽ ഒപ്പുമതിൽ സൃഷ്ടിച്ച് പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ്. ഫണ്ട് ലഭ്യമല്ലാത്തതുമൂലം ഭരണം പ്രതിസന്ധിയിലെന്ന് ഭാരവാഹികൾ. വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ സത്വര ഇടപെടൽ വേണമെന്ന് ആവശ്യം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തോടെ വാർഡുകളിൽ പ്രചരണാവേശം. മങ്കര 4-ാം വാർഡിലും മുള്ളൂർക്കര 11-ാം വാർഡിലും LDF, UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 30-ന്. വാർത്തകൾ വിശദമായി. 7 വർഷമായിട്ടും വാളയാർ കേസിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തത് പോലീസ് സംവിധാനത്തിനും സർക്കാരിനും വലിയ നാണക്കേടെന്ന് ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസ്. കേസന്വേഷണം സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് വാളയാർ നീതി സമരസമിതി പാലക്കാട് 5 വിളക്കിനു സമീപം നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. വാളയാർ കേസിൽ നീതിയുടെ നിഷേധമാണ് നടക്കുന്നതെന്ന് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകത്തിന് കാരണക്കാരായ യഥാർത്ഥ പ്രതികളെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നിയമത്തിനു മുന്നിൽ എത്തിക്കുന്നതുവരെയും പെൺകുട്ടികളുടെ അമ്മയ്ക്ക് നീതി ലഭിക്കുന്നതുവരെയും സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. തെറ്റുതിരുത്താൻ ആവശ്യപ്പെടുന്നവരെ മുഖ്യമന്ത്രിയും അനുയായികളും പ്രതിസ്ഥാനത്ത് നിർത്തി അവഹേളിക്കുകയാണ്. ഇടതുപക്ഷത്തിനു വേണ്ട സഹിഷ്ണുതയും സഹാനുഭൂതിയും നഷ്ടമായി. അനീതികൾക്കൊപ്പം നിന്നിരുന്ന ഏകാധിപതികൾക്ക് ചരിത്രത്തിലെ ഇടം അഭിമാനത്തിൻ്റേതാവില്ല. കുറ്റകൃത്യം ചെയ്യുകയും ഇതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് സർക്കാർ സംരക്ഷണത്തിൻ്റെ പരവതാനി വിരിക്കുകയാണ്. സസ്പെൻഷൻ എന്ന പൊടിയിടലിന് ശേഷമാണ് ഉദ്യോഗസ്ഥരെ സൗഭാഗ്യങ്ങൾ നൽകി സംരക്ഷിക്കുന്നത്. ഇത് ഇടതു സർക്കാരിന് ചേർന്നതല്ലെന്നും ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസ് ചൂണ്ടിക്കാട്ടി. പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചവരെ കൊന്ന പ്രതികൾക്ക് എല്ലാവർക്കും നമ്മുടെ നിയമനീതി അനുസരിക്കുന്ന ആവശ്യപ്പെടുന്ന ശിക്ഷ കൊടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ അന്വേഷണത്തെ ഗതി മാറ്റി വിടുവാനും വഴിതിരിച്ചു വിടുവാനും ഒക്കെ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തുവാനും അന്വേഷണം നേരായ മാർഗത്തിൽ കൂടി ത്വരിത മാർഗത്തിൽ കൂടി എത്രയും പെട്ടെന്ന് സത്യം കണ്ടെത്തി പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട അംശമാണ് ഈ അമ്മ ആവശ്യപ്പെടുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ചുകൊടുക്കണമെന്നുള്ള ന്യായമായ ആവശ്യം. അത് നിഷേധിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല, അമ്മയ്ക്കും ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വിശ്വാസമില്ലാത്ത ഒരാളെ ആ സ്ഥാനത്ത് വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഈ കേസ് അട്ടിമറിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയുവാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വാളയാർ കേസിൽ പോക്സോ SC/ST കേസുകൾ ചുമത്തപ്പെട്ട MJ സോജനെ വീണ്ടും IPS പട്ടികയിൽ ഉൾപ്പെടുത്തിയതും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനം തടസ്സപ്പെടുത്തുന്ന CBI വക്കീൽ KP സതീശൻ കൊലയാളികൾക്കൊപ്പമോ എന്ന ചോദ്യമുന്നയിച്ചുമാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. വിളയോടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. CR നീലകണ്ഠൻ ആമുഖ പ്രഭാഷണം നടത്തി. K വാസുദേവൻ, VM മാർസൻ, K കാർത്തികേയൻ, രാധാകൃഷ്ണൻ ചെങ്ങാട്, B രാജേന്ദ്രൻ നായർ, രാധാകൃഷ്ണൻ വിത്തനശ്ശേരി, ഗോപാലൻ മലമ്പുഴ, ഖാദർ കണ്ണാടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജൂലൈ 10 CITU അഖിലേന്ത്യാ അവകാശ ദിനമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി വാണിയംകുളം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു.
CITU ജില്ലാ കമ്മിറ്റി അംഗം കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഭാസ്കരൻ, TP ഭാസ്കരൻ, KR വിജയൻ എന്നിവർ സംസാരിച്ചു. എന്നാണ് പറയുന്നത്. അതിനുള്ള പ്രവർത്തനവും അവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇനി ആര് മുഖ്യമന്ത്രിയാവണമെന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. 1987 ഇടതുപക്ഷ പ്രസ്ഥാനം അധികാരത്തിൽ വരുമ്പോൾ പത്രക്കാരൊരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുകയാണ്. ആരാ? പത്രക്കാരാണോ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അധ്യക്ഷത വഹിക്കുന്നത്? ഇപ്പൊ പറയുന്നു എല്ലായിടത്തും പിണറായിക്കെതിരെ. എന്താ മാമൻ മാപ്പിളയുടെ പ്രേതാണോ അവിടെ അധ്യക്ഷം വഹിച്ചത്? ലേബർ കോഡ് പിൻവലിക്കുക, സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക, 26,000 രൂപ മിനിമം വേതനം നിശ്ചയിക്കുക, കരാർ തൊഴിലുകൾ സംരക്ഷിക്കുക, തുല്യജോലിക്ക് തുല്യവേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൊഴിലാളി സമൂഹത്തെ അടിമയുഗത്തിലേക്ക് നയിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് CITU പാലക്കാട് ഡിവിഷൻ പ്രസിഡന്റ് PG രാമദാസ്. അവകാശ ദിനത്തിന്റെ ഭാഗമായി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് CITU നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി ഉടമ ബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് സ്വകാര്യ കുത്തകവൽക്കരണമാണ്. പരമ്പരാഗത തൊഴിൽ മേഖലയെയും തൊഴിലാളി ആനുകൂല്യങ്ങളും തൊഴിൽ സുരക്ഷിതത്വവും ഇല്ലാതാക്കുന്ന തൊഴിൽ നിയമ ഭേദഗതി കുത്തകകൾക്കു വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണെന്നും PG രാമദാസ് ചൂണ്ടിക്കാട്ടി. ഇറക്കുമതി നയവും രാജ്യത്തെ കുത്തകവൽക്കരണവും തൊഴിലെന്ന സ്വപ്നം തന്നെ ഇല്ലാതാക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡും പൊതുമേഖലാ സ്വകാര്യവൽക്കരണവും രാജ്യത്തെ ഇരുണ്ട യുഗത്തിലേക്ക് നയിക്കുമെന്നും രാമദാസ് പറഞ്ഞു. നിലവിലുള്ള നയങ്ങളിൽ യാതൊരു മാറ്റവും ഈ അടികളെല്ലാം കൊണ്ടിട്ട് പോലും മാറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇതിനെതിരായി പാർലമെന്റിനകത്തും പുറത്തും തൊഴിലാളികളെ നയിക്കുന്ന നേതൃത്വവും സമരം ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പൊതുമേഖല കാര്യം പറഞ്ഞു, LIC പോലും വിൽക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോയി. CITU ജില്ലാ കമ്മിറ്റി അംഗം B വിജയൻ അധ്യക്ഷത വഹിച്ചു. M രാമദാസ്, സമീർ ഖാൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CITU അഖിലേന്ത്യാ അവകാശ ദിനത്തിൽ പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഡിവിഷൻ വൈസ് പ്രസിഡന്റ് M രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി PC വാസു അധ്യക്ഷത വഹിച്ചു. PP രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ TP രജീഷ്, സതീഷ്, വിജയൻ, ബാലൻ, ശങ്കരനാരായണൻ, PP വിജയൻ എന്നിവർ പങ്കെടുത്തു. മണികണ്ഠൻ നന്ദി പറഞ്ഞു. പൊതുജനാരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ പോലും തകർക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M ഹംസ. അവകാശ ദിനത്തോടനുബന്ധിച്ച് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു M ഹംസ. കുട്ടികളുടെ മാനസിക ശാരീരിക സംരക്ഷണം മാത്രമല്ല, പരിസര പ്രദേശങ്ങളിൽ ഗർഭിണികൾ, വയോധികർ തുടങ്ങിയവരുടെ ആരോഗ്യ സംരക്ഷണം നിർവഹിക്കുന്ന കേന്ദ്രങ്ങളാക്കി കൂടി അംഗൻവാടികളെ മാറ്റുകയാണ് കേരള സർക്കാർ ചെയ്തത്. എന്നാൽ ICDSനും അംഗൻവാടികൾക്കും നൽകുന്ന കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചത് പ്രതിസന്ധിയാകുന്നുണ്ട്. സാമൂഹിക വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കേണ്ട അംഗൻവാടികളെ സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും M ഹംസ കുറ്റപ്പെടുത്തി. വനിതകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. വനിതകളാണ് ഇതിൽ മഹാഭൂരിപക്ഷം വരുന്ന അംഗങ്ങൾ. പക്ഷേ ആ വനിതകളായിട്ടുള്ള സഖാക്കൾക്ക് എത്രമാത്രം സമരശേഷിയുണ്ട്, എത്ര ദൃഢനിശ്ചയമുണ്ട്, ഈ ഭരണകൂടത്തെ കിടുകിട വിറപ്പിക്കാനുള്ള ശേഷി എത്രമാത്രമുണ്ട് എന്ന് ഇതിനകം നിങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരങ്ങളിലും തെളിയിച്ചിട്ടുണ്ട് എന്നത് ഞങ്ങൾ അഭിമാനത്തോടെ ഓർക്കുകയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ജൂലൈ മാസം 10-ാം തീയതി പുതിയ ഭരണകൂടം 3ാം തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് ഏറെ ദിവസം കഴിയുന്നതിന് മുമ്പ് ജൂലൈ 10-ന് തന്നെ ഒരു അവകാശ സമരത്തിന്റെ വേദിയിലേക്ക് നിങ്ങളെല്ലാം കടന്നു വന്നിട്ടുള്ളത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K സാറാവുമ്മ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SB രാജു, V സരള, C അംബിക, തങ്കമണി, ജില്ലാ ഭാരവാഹി P ഉഷ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും +1 സീറ്റ് കിട്ടാതെ ജില്ലയിൽ 4000-ലധികം വിദ്യാർത്ഥികൾ പുറത്തുനിൽക്കുന്നതിൽ പ്രതിഷേധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ചു.
പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാന സെക്രട്ടറി സനൽകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. +1 സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിലും പുറത്തും നടത്തുന്നത് തെറ്റായ വാദങ്ങളാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി സനൽകുമാർ ആരോപിച്ചു. ഹയർ സെക്കൻഡറിക്ക് എത്ര സീറ്റുണ്ടെന്നും എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടിയില്ലെന്നുമുള്ള യഥാർത്ഥ കണക്ക് വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും മറച്ചുപിടിക്കുകയാണ്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് സമരക്കാർ വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് ആബിദ് വല്ലപ്പുഴ, ഫിറോസ് എഫ് റഹ്മാൻ, റഷാദ് പുതുനഗരം, റസീന ആലത്തൂർ, ത്വാഹ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ നിർത്തിയിട്ട വാഹനത്തിന്റെ പിറകിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന വയോധിക ദമ്പതികൾക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിൽ ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് പുറകിലാണ് ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഇടിച്ചു മറിഞ്ഞത്. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന കാർ നേരെയാക്കി ഉള്ളിൽ കുടുങ്ങിയ അകമ്പാടം സ്വദേശി 72 വയസ്സുള്ള ബേബി, 60 വയസ്സുള്ള ജിസി എന്നിവരെ പുറത്തെടുത്തു. തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും പരിക്ക് സാരമുള്ളതല്ല. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാറിന്റെ മുൻവശത്തെ ഇടത് ടയർ പഞ്ചറായതാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽ കലാശിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരനെ ആശുപത്രിയിലെത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ മാതൃകയായി. തൃശൂർ പാലക്കാട് റൂട്ടിലോടുന്ന ഇൻസ്റ്റാ ബസ്സിലെ ജീവനക്കാരാണ് അവശനിലയിലായ യാത്രക്കാരനെ യഥാസമയം വാണിയംകുളത്തെ PK ദാസ് ആശുപത്രിയിലെത്തിച്ചത്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ കഞ്ചിക്കോട്ടെ സ്വകാര്യ കമ്പനി ജീവനക്കാരനാണ് യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ബസ് കൂനത്തറ പിന്നിട്ട ഘട്ടത്തിലായിരുന്നു ഇത്. ഇതോടെ ബസ് അതിവേഗം വാണിയംകുളത്തെ ആശുപത്രിയിലേക്ക് പായുകയായിരുന്നു. വളരെ വേഗം തന്നെ ബസ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തി. ബസ്സിൽ നിന്നിറക്കിയ രോഗിയെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കി. ഇതിനുശേഷമാണ് ബസ് ആശുപത്രി വിട്ടത്. കണ്ടക്ടർ പയങ്കുളം സ്വദേശി ജിഷ്ണുലാൽ, ഡ്രൈവർ വടക്കാഞ്ചേരി സ്വദേശി രോഹിത്, ക്ലീനർ ചെറുതുരുത്തി സ്വദേശി ഗോകുൽ എന്നിവരുടെ അവസരോചിത ഇടപെടലും യാത്രക്കാരുടെ പിന്തുണയുമാണ് രോഗിക്ക് തുണയായത്. ഇയാളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുതിർന്ന CPM നേതാവ് മുള്ളൂർക്കര ഇരുനിലംകോട് അപ്പാട്ട് വീട്ടിൽ A. പത്മനാഭൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, 15 വർഷത്തോളം വരവൂർ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ ഭരണരംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. 25 വർഷം CPM ജില്ലാ സെക്രട്ടറി രംഗവും വടക്കാഞ്ചേരി മുൻ ഏരിയ സെക്രട്ടറിയുമായിരുന്നു. കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെയും നേതൃനിരയിലുണ്ടായിരുന്ന A. പത്മനാഭൻ നിരവധി സമര പോരാട്ടങ്ങൾ നയിച്ചിട്ടുണ്ട്. മൃതദേഹം CPM തൃശൂർ DC ഓഫീസിലും വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിനു ശേഷം ഇരുനിലംകോട്ടെ വസതിയിലെത്തിച്ചു. സംസ്കാരം വ്യാഴാഴ്ച. ഭാര്യ പാർവതി, മക്കൾ അജയ്കുമാർ, പ്രമീള, അനിൽകുമാർ, അനീഷ് കുമാർ. തദ്ദേശ ഭരണം പ്രതിസന്ധിയിലാണെന്നും അർഹിച്ച ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒപ്പുമതിലുമായി പരുതൂർ പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ഒപ്പുമതിൽ പരുതൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PTM ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തനത് വരുമാനങ്ങൾ കുറവുള്ള പഞ്ചായത്തിലേക്ക് സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റുകൾക്കൊക്കെ അനുവദിക്കുന്ന ഫണ്ടുകൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ പദ്ധതികൾ രൂപീകരിക്കുന്നത്. ഈ പദ്ധതി വിഹിതം സമയാസമയത്ത് ലഭിക്കാതെ വരുമ്പോൾ പൊതുജനത്തിന് ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണകൂടം കൊടുക്കേണ്ട അർഹതപ്പെട്ട അവകാശങ്ങൾ ആ പൊതുജന സമക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രായോഗിക പ്രയാസമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ അധ്യക്ഷനും ഈ പരിപാടിയുടെ അധ്യക്ഷനും നമ്മുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള APM സക്കരിയ സാഹിബ് പറഞ്ഞതുപോലെ ഏകദേശം നമുക്ക് 2 കോടിയോളം അടുത്ത് വരുന്ന സംഖ്യ നമുക്ക് 2023-24 വർഷത്തിലായി നമ്മുടെ പഞ്ചായത്തിന് മാത്രം ലഭ്യമാകേണ്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ സ്വാഗതം പറഞ്ഞു. മെമ്പർമാരായ AKM അലി, അനിത, ചന്ദ്രൻ,
മുസ്ലിം ലീഗ് നേതാക്കന്മാരായ സുലൈമാൻ ബാവ, രാമചന്ദ്രൻ, ലത്തീഫ് കരുവാൻപടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ കൂനത്തറ പൊതുമരാമത്ത് റോഡ് തകർച്ചയിൽ. BMBC നിലവാരത്തിൽ നവീകരിച്ച റോഡാണ് പണി പൂർത്തിയായി 6 വർഷം പിന്നീട് മുമ്പ് തകർച്ചയിലായത്. നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി C. ബിജു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. ഷൊർണൂർ നഗരസഭയിലെ ചുടുവാലത്തൂർ, കാരക്കാട്, കല്ലിപ്പാടം, കവളപ്പാറ നിവാസികളും വാണിയംകുളം പഞ്ചായത്തിലെ ത്രാങ്ങാലി, മാന്നന്നൂർ, കൂനത്തറ നിവാസികളും ഗതാഗതത്തിന് ആശ്രയിക്കുന്ന റോഡാണിത്. കൂനത്തറ മുതൽ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പൊതുമരാമത്ത് റോഡ് നിരവധി പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് 2016-2017 വർഷത്തിൽ BMBC നിലവാരത്തിൽ നവീകരിച്ചത്. നിർമ്മാണ സമയത്ത് ചുടുവാലത്തൂർ പാലം മുതൽ കമ്പനിപ്പടി വരെയും കൂനത്തറ പാടത്തും സംരക്ഷണ ഭിത്തികളും കവളപ്പാറ UP സ്കൂളിനു മുന്നിൽ അഴുക്കുചാലും കാരക്കാട് തത്തങ്കോട് സെന്റർ മുതൽ കമ്പനിപ്പടി വരെ ഡ്രെയിനേജും നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. തത്തങ്കോട് സെന്ററിൽ കോൺക്രീറ്റ് കൾവർട്ട് നിർമ്മിക്കാതെ AC പൈപ്പ് വച്ച് ഓവിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്തപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന ഓവർസിയറോട് ജനങ്ങൾ പ്രതിഷേധമറിയിക്കുകയുണ്ടായി. കോൺക്രീറ്റ് കൾവർട്ട് വേണമെന്നായിരുന്നു ജനങ്ങളുടെ ആവശ്യം. നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം പൈപ്പ് താഴ്ന്ന് വാഹനങ്ങൾ പോകുമ്പോൾ വലിയ ചാട്ടം തുടങ്ങിയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇത് സംബന്ധിച്ചും അന്ന് PWD അധികൃതർക്ക് പരാതി നൽകിയതാണ്. ഭാരം കയറ്റിയ വാഹനങ്ങൾ തുടർച്ചയായി പോകുന്ന റോഡ് നിർമ്മാണം പൂർത്തിയായി 6 വർഷം പിന്നീട് മുമ്പേ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. തത്തങ്കോട് സെന്ററിലെ കൾവർട്ട് തകർന്നു കഴിഞ്ഞു. തോട്ടുപാലം വരെ റോഡ് വിണ്ടുകീറിയിട്ടുണ്ട്. സംരക്ഷണ ഭിത്തികൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. 2017 റോഡിൻ്റെ ഉദ്ഘാടനം നടന്നത്. കൂനത്തറയിൽ കൾവർട്ടും സംരക്ഷണ ഭിത്തിയും ഉദ്ഘാടനത്തിന് പിറകെ തകർന്നിരുന്നു. ഇത് PWD നവീകരിക്കുകയുണ്ടായി. നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതയാണ് റോഡിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി C. ബിജു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന് പരാതി നൽകിയിട്ടുണ്ട്. റോഡ് അടിയന്തരമായി നവീകരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയരുന്നു. ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമല്ലാത്തതാണ് റോഡിൻ്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായത്. തത്തങ്കോട് സെന്ററിലെ കൾവർട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് യാത്രാ സൗകര്യം പുനഃസ്ഥാപിക്കണമെന്നും റോഡ് നവീകരണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മംഗലം മുരുക്കുംപറ്റ റോഡിന്റെ വശങ്ങളിൽ വീണ്ടും കക്കൂസ് മാലിന്യം തള്ളി. അസഹ്യമായ ദുർഗന്ധം മൂലം ജനങ്ങൾ വലയുകയാണ്. കുടിവെള്ള സ്രോതസ്സിനു സമീപമാണ് സാമൂഹ്യവിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. മുളഞ്ഞൂർ കുണ്ടിൽ പാടശേഖരത്തിലെ വയലോരത്താണ് ചൊവ്വാഴ്ച രാത്രി വിവിധയിടങ്ങളിലായി കക്കൂസ് മാലിന്യങ്ങൾ വ്യാപകമായി തള്ളിയിട്ടുള്ളത്. പാടശേഖരത്തിൽ നിന്ന് മുളഞ്ഞൂർ തോട്ടിലേക്ക് ഒഴുകുന്ന കൈത്തോടിന് സമീപമാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. ഇത് മാലിന്യങ്ങൾ കുടിവെള്ളത്തിൽ കലരാനിടയാക്കുമെന്ന ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. മുളഞ്ഞൂർ തോടിന്റെ വശങ്ങളിലും മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാണ്. കക്കൂസ് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം K. ഉണ്ണികൃഷ്ണൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിനെതിരെ കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി പ്രതിഷേധിച്ചു. ഇതോടനുബന്ധിച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടി കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് M. ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ അധ്വാന വിഹിതവും ഊറ്റിയെടുത്ത് സർക്കാർ ധൂർത്തടിക്കുകയാണ്. തൊഴിലാളി വിഹിതവും കെട്ടിട ഉടമ വിഹിതവും ചേർത്ത് നൽകാവുന്ന ആനുകൂല്യങ്ങൾ പോലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തടഞ്ഞുവെക്കുന്നു. കേരളത്തിൻ്റെ റവന്യൂ സമ്പത്താണ് നിർമ്മാണ മേഖല എന്ന വസ്തുത മറന്നുകൊണ്ടുള്ള സർക്കാർ പ്രവർത്തനം തൊഴിലാളികളെയും വികസനത്തെയും ഇല്ലാതാക്കുകയാണെന്ന് M. ഹരിദാസ് കുറ്റപ്പെടുത്തി. എല്ലാ ക്ഷേമനിധി അംഗങ്ങളും ഒരു കാലത്ത് കർഷക തൊഴിലാളി മേഖലയായിരുന്ന പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ മേഖലയ്ക്ക് പുത്തൻജീവൻ നൽകിയപ്പോൾ, പുതുജീവൻ വന്നപ്പോൾ ആ മേഖലയിൽ നിന്നും മാറി ഈ നിർമ്മാണ മേഖല നല്ല രീതിയിൽ പ്രവർത്തിച്ച് വന്നൊരു മേഖലയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള ക്ഷേമനിധികളെ സംബന്ധിച്ചിടത്തോളം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഞങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ ഗവൺമെൻറ്റാണ് എന്ന് പലരും വിശ്വസിച്ച് അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വിരോധ നടപടികളാണ് ഇന്ന് മൊത്തത്തിൽ കാണുന്നത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MK ബാബു അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ, V. കേശവദാസ്, വേണു, സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
പെരിങ്ങോട്ടുകുറിശ്ശിയിൽ അപകട ഭീഷണി ഉയർത്തി വാട്ടർ അതോറിറ്റിയുടെ ഉപയോഗശൂന്യമായ കോൺക്രീറ്റ് കുടിവെള്ള സംഭരണി. 60 വർഷത്തോളം പഴക്കമുള്ള കുടിവെള്ള സംഭരണി ഉടൻ പൊളിച്ചു നീക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പെരിങ്ങോട്ടുകുറിശ്ശി സെന്ററിൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന് പിന്നിലുള്ള കൂറ്റൻ ജലസംഭരണിയാണ് ഏത് സമയത്തും നിലംപൊത്താവുന്ന അവസ്ഥയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. കുടിവെള്ള സംഭരണി ഉപയോഗിക്കാതായിട്ട് 20 വർഷത്തോളമായി. ജലസംഭരണിയുടെ സിമന്റ് തൂണുകൾ കോൺക്രീറ്റ് അടർന്നു വീണ് കമ്പി പുറത്തു കാണുന്ന നിലയിലാണ്. ജലസംഭരണിയുടെ മുകളിലെ സ്ലാബും കോൺക്രീറ്റ് അടർന്നു വീണ് ദ്രവിച്ചു കഴിഞ്ഞു. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ജലസംഭരണിയുടെ സമീപമാണ് സർക്കാർ LP സ്കൂൾ പ്രവർത്തിക്കുന്നത്. വെള്ളിനേഴിയിൽ ജലസംഭരണി തകർന്ന് അമ്മയും കുഞ്ഞും മരിക്കാനിടയായ സാഹചര്യത്തിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ജലസംഭരണി നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. 20 വർഷത്തോളമായി ഉപയോഗിക്കാത്ത കുടിവെള്ള സംഭരണി വാട്ടർ അതോറിറ്റി അധികൃതർ ഇടപെട്ട് ഉടൻ പൊളിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏകദേശം 50 കൊല്ലമായി എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഭിത്തികളെല്ലാം തകർന്ന് എല്ലാം അടർന്ന് അതിന്റെ കമ്പികളെല്ലാം പുറത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ബെൽഷയും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇരുവശത്തും പഞ്ചായത്ത് കോംപ്ലക്സും അതുപോലെ ഒരു 50 മീറ്റർ ദൂരത്ത് സ്കൂള് ഇതൊക്കെയാണ് കുട്ടികൾ നടന്നു പോകുന്ന വഴി. വളരെ ശോചനീയാവസ്ഥയിലാണ് നിൽക്കുന്നത്. ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ ഇതാണെങ്കിലും ആരാണെങ്കിലും ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ച് ഇത് പൊളിച്ചു നീക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടികൾ സ്കൂളിലേക്ക് പോകണത് ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് പോണത്. LP സ്കൂളിൻ്റെ ഏകദേശം 50 മീറ്ററും കൂടി ഇല്ല, അതിൻ്റെ അടുത്താണ്. LP സ്കൂളിലെ കുട്ടികൾ മുഴുവൻ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴും നിലംപതിക്കും വീഴും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ന്യൂസ് ബ്യൂറോ കോട്ടായി. മംഗല ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജൂലൈ 30-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബുധനാഴ്ച കാലത്ത് 11 മണിയോടെ ആദ്യം UDF സ്ഥാനാർത്ഥിയും 11:30 LDF സ്ഥാനാർത്ഥിയും വരണാധികാരി G രേഖയ്ക്ക് മുന്നിൽ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥിയായി VK ശ്രീജയും UDF സ്ഥാനാർത്ഥിയായി N അനിശ്രീയുമാണ് മത്സര രംഗത്തുള്ളത്. ഉഷ ഉദയനാണ് BJP സ്ഥാനാർത്ഥി. UDF LDF സ്ഥാനാർത്ഥികൾ സമീപത്തെ പാർട്ടി ഓഫീസുകളിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. പ്രാദേശിക നേതാക്കളും ലോക്കൽ സെക്രട്ടറിമാരും കൂടെയുണ്ടായിരുന്നു. LDFന്റെ കുത്തക വാർഡായ 4ാം വാർഡ് പിടിച്ചെടുക്കുമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. 100% കാരണം ഇന്ത്യയിൽ തന്നെ ഇന്ത്യ മൊത്തം കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ്. അതുകൊണ്ട് 25 വർഷത്തെ ഈ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്രാവശ്യം ഈ വാർഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിടിച്ചെടുക്കും. 4ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുമെന്നും വാർഡിൽ മെമ്പർ ഇല്ലാതിരുന്നിട്ടും വികസന കാര്യങ്ങളിൽ അതിന്റെ കുറവ് വരുത്തിയിട്ടില്ലെന്നും പ്രസിഡന്റ് ഗോകുൽദാസ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ 1.5 വർഷക്കാലം അവിടെ മെമ്പർ ഇല്ലാതിരുന്നിട്ട് പോലും അതിന്റെ യാതൊരുവിധ കുറവുകളും ഉണ്ടാക്കാതെ ഈ 1.5 വർഷം കൊണ്ട് കഴിയാവുന്ന ഈ ഭരണത്തിൽ കഴിയാവുന്ന റോഡുകൾ, കുടിവെള്ളം തുടങ്ങിയ കാര്യത്തിലൊക്കെ ഒട്ടനവധി മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സീറ്റ് നിലനിർത്തി ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പിക്കുമെന്ന് LDF നേതാക്കളും അറിയിച്ചു. ഇത്തവണത്തെ നമ്മുടെ വാർഡിനകത്തുള്ള വികസനമാണ് പ്രധാന ചർച്ചാ വിഷയം. വികസന കാര്യത്തിലൊന്നും തന്നെ മംഗല ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വാർഡ് എന്ന നിലയിൽ ഊരാത്തിനകത്ത് ഒരു തരത്തിലുള്ള ഇത്തവണത്തെ ഭരണസമിതി അനുവദിച്ചിട്ടില്ല എന്നൊരു വിഷയം തന്നെയാവും നമ്മൾ ചൂണ്ടിക്കാണിക്കുക. പ്രദേശത്തെ വികസനവും ക്ഷേമപ്രവർത്തനവും സമഗ്രമായി കൊണ്ടുപോകുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു നിലക്കുള്ള സ്ഥാനാർത്ഥിയാണ്. സ്വതന്ത്രയായി തിരഞ്ഞെടുക്കപ്പെട്ട CM വസന്തകുമാരിയെ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് 4ാം വാർഡായ കൂരാത്ത് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. സ്വതന്ത്രയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം വസന്തകുമാരി LDF പിന്തുണയോടെ പഞ്ചായത്ത് ഉപാധ്യക്ഷയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത് കോൺഗ്രസ് അംഗം നൽകിയ പരാതിയിലാണ് ഉപാധ്യക്ഷ പദവിയിലെത്തിയ വസന്തകുമാരിയെ കഴിഞ്ഞ ജനുവരി 21-ന് അയോഗ്യയാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പരാതി തള്ളുകയായിരുന്നു. 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ കോൺഗ്രസിനും CPM-നും 6 വീതം അംഗങ്ങളും BJPക്ക് 1 അംഗവുമാണ് ഉള്ളത്. നറുക്കെടുപ്പിൽ വിജയിച്ചാണ് UDF ഭരണത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. ജനങ്ങളെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാൻ ഷൊർണൂർ നഗരസഭാ പരിധിയിൽ VK ശ്രീകണ്ഠൻ MP പര്യടനം നടത്തി. ബുധനാഴ്ച രാവിലെ 8:30 കവളപ്പാറയിൽ നിന്നാണ് MPയുടെ പര്യടനം ആരംഭിച്ചത്. കവളപ്പാറ സെൻട്രലിൽ നിന്ന് രാവിലെ 8:30 ആരംഭിച്ച പര്യടനം ഉച്ചയോടെ കണയത്ത് സമാപിച്ചു.
വിവിധ കേന്ദ്രങ്ങളിൽ VK ശ്രീകണ്ഠൻ നന്ദി അറിയിച്ച് സംസാരിച്ചു. ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും വേണ്ടി മാത്രമല്ല, നമ്മുടെ രാജ്യം നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരാണ് എനിക്ക് വോട്ട് ചെയ്തത്. അത് എന്നിലൂടെയല്ല, രാജ്യത്തെ ജനാധിപത്യ മതേതര സംവിധാനം നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരാണ്. കവളപ്പാറയിൽ നടന്ന ചടങ്ങിൽ DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, DCC സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, VKP വിജയനുണ്ണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, TY ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥി NS വർഗീസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജൂലൈ 30-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുള്ളൂർക്കര ടൗൺ പരിസരത്തുള്ള UDF ഓഫീസിൽ നിന്ന് AICC അംഗം NK സുധീർ സ്ഥാനാർത്ഥിയെ ഷാൾ അണിയിച്ചതിനു ശേഷമാണ് 100 കണക്കിന് പ്രവർത്തകർക്കൊപ്പം പ്രകടനവുമായി മുള്ളൂർക്കര പഞ്ചായത്തിലെത്തി റിട്ടേണിംഗ് ഓഫീസറായ തലപ്പിള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ VU മധുസൂദനന് നാമനിർദ്ദേശ പത്രിക നൽകിയത്. തൃശൂർ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ, കോൺഗ്രസ് നേതാക്കളായ K നാരായണൻകുട്ടി, PV സുലൈമാൻ, PA ഷാനവാസ്, PP പ്രസാദ്, PM അബ്ദുൽ സലാം, KMA ബക്കർ, മുഹിയുദ്ദീൻ, ലക്ഷ്മണൻ തുടങ്ങിയവർ നാമനിർദ്ദേശ പത്രിക നൽകുന്ന വേളയിൽ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. 11-ാം വാർഡ് UDF തിരിച്ചുപിടിക്കുമെന്ന് സ്ഥാനാർത്ഥിയും മറ്റു ഭാരവാഹികളും പറഞ്ഞു. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ 11-ാം വാർഡ് ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറയുന്നത് 11-ാം വാർഡിലെ ജനങ്ങളും പ്രത്യേകിച്ച് വോട്ടർമാരും UDFനെ അവരുടെ നെഞ്ചോട് ചേർത്ത് ഇതിനകം അവർ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ്. 1977 പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം 1979 ആദ്യ തെരഞ്ഞെടുപ്പിൽ മെമ്പറായി എന്ന് മാത്രമല്ല ഈ പഞ്ചായത്തിൻ്റെ ശില്പിയായ SC അഹമ്മദ് സാഹിബിൻ്റെ വലങ്കൈയായി നിന്ന് ഇന്ന് ഈ പഞ്ചായത്തിനകത്ത് കാണുന്ന സർവ്വതോന്മുഖമായ എല്ലാ സ്ഥാപനങ്ങളുടെയും വികസനങ്ങളുടെയും കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട വർഗീസേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിലൂടെ തന്നെ ഞങ്ങൾ 11-ാം വാർഡ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPI സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരരംഗത്ത്. CPI മുള്ളൂർക്കര ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി MN ഭാസ്കരനാണ് തന്റെ CPI ഭാരവാഹിത്വം രാജിവെച്ച ശേഷം തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. LDFിലെ മുന്നണി സമവാക്യം തകർക്കുന്ന തരത്തിലാണ് CPM നിലകൊള്ളുന്നതെന്ന് ഭാസ്കരൻ പറഞ്ഞു. LDFിലെ പടലപ്പിണക്കങ്ങളാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. CPI മുള്ളൂർക്കര ലോക്കൽ സെക്രട്ടറി വിജി ശള്ളനൂരിനും മണ്ഡലം സെക്രട്ടറി ശ്രീകുമാറിനും രാജിക്കത്ത് നൽകിയതിനു ശേഷമാണ് MN ഭാസ്കരൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 6-ാം വാർഡിൽ CPIയുടെ വാർഡ് മെമ്പറായി ജയിച്ച മെമ്പറെ CPM ഹൈജാക്ക് ചെയ്യുകയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ CPI സ്ഥാനാർത്ഥിയുടെ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അംഗൻവാടിക്കുൾപ്പെടെ ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഇടപെടൽ നടത്തുന്നതായും LDF മുന്നണി സമവാക്യം തകർക്കുന്ന രീതിയിലാണ് CPM നിലകൊള്ളുന്നതെന്നും ഭാസ്കരൻ ആരോപിച്ചു. മുള്ളൂർക്കര പഞ്ചായത്തിലെ LDF സംവിധാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ സംവിധാനം ഇല്ല. ഇപ്പോൾ ഒക്കെ തകർന്നിരിക്കുക. LDFിൻ്റെ ചർച്ച ഇല്ല, ഒന്നുമില്ല, ഒരു കാര്യം നടക്കില്ല. പഞ്ചായത്തിലടക്കം പല പ്രശ്നങ്ങളും ഒരു ശരിക്കും പറഞ്ഞൊരു ട്രസ്റ്റ് ഭരണം പോലെ പഞ്ചായത്തിൽ നടക്കും. CPMൻ്റെ ട്രസ്റ്റ് ഭരണം പോലെ നമ്മൾ LDF കൂടുക കാര്യങ്ങൾ തീരുമാനിക്കുക, അങ്ങനെ ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. പൊതുവെ ഒരു കാര്യം പറയാൻ നടക്കില്ല. അങ്ങനത്തെ ഒരു കണ്ടിട്ടുണ്ട്. ഞാൻ CPIയുടെ മുള്ളൂർക്കര അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ വേറെ ചെയ്യും. അതുപോലെ കാലങ്ങളായിട്ട് മുള്ളൂർക്ക് പറഞ്ഞാൽ 6-ാം വാർഡ് CPIയുടെ സീറ്റാണ്. CPIയുടെ സീറ്റിൽ നിന്ന് തോൽക്കലിനാടും 3-ാം പ്രാവശ്യം തോറ്റ് 5-ാമത് ജയിച്ചപ്പോൾ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ കൊണ്ട് CPM ആക്കി. അപ്പോൾ നമുക്ക് മുള്ളൂർക്കര CPIക്ക് പ്രാതിനിധ്യമില്ല. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ കിട്ടിയിട്ട് ആദ്യമായിട്ട് കിട്ടിയതാണ് CPI. ആദ്യമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ ഫണ്ട് കൊണ്ടുവന്നാൽ അപ്പോൾ ഫണ്ട് തിരുമറി ചെയ്യുമ്പോഴടക്കം ബ്ലോക്ക് മെമ്പറെ അറിയിക്കില്ല. ബ്ലോക്ക് മെമ്പറിനെ ഒരു കാര്യം അറിയിക്കാണ്ട് ഈ പഞ്ചായത്തിൽ പല തിരുമറിയും ചെയ്യുക. അവർ ചില ബ്ലോക്ക് ഫണ്ട് വേണ്ടെന്ന് പറയുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ സ്വയം രാജിവെച്ചൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാതിൽപ്പടി മാലിന്യ ശേഖരണത്തിൽ മികവ് പുലർത്തിയ 4 വാർഡുകളിലെ ഹരിതകർമ്മസേന അംഗങ്ങളെയും ഇവർക്ക് പിന്തുണ നൽകിയ കൗൺസിലർമാരെയും ഷൊർണൂർ നഗരസഭാ കൗൺസിൽ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു.
കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 30% മാത്രമുണ്ടായിരുന്ന വാർഡ് തല വാതിൽപ്പടി ശേഖരണം 80% എത്തിച്ചതിനാണ് അനുമോദനം. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വാർഡ് 14, 24, 26, 2 എന്നിവിടങ്ങളിലെ ഹരിത കർമ്മസേനയെയും വാർഡ് കൗൺസിലർമാരെയുമാണ് അനുമോദിച്ചത്. ഇത്തരം ചടങ്ങ് മറ്റ് വാർഡ് കൗൺസിലർമാർക്ക് പ്രചോദനമാകട്ടെയെന്ന് ഉദ്ഘാടനം നിർവഹിച്ച നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. എല്ലാ കാര്യത്തിലും നമ്മളറിയാം. അപ്പോൾ പിന്നീട് പതുക്കെ അത് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ മാലിന്യമില്ലാത്ത ഒരു നഗരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ചവിട്ടുപടി കൂടിയാവണം ഈ യോഗം. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്വീകരിച്ചു പോരുന്ന ഒരു സമീപനമുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കുമ്പോൾ, അതുപോലെ മലിനജലം തോട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡ്രെയിനേജിലേക്ക് ഒഴുക്കിവിടുന്ന ഘട്ടത്തിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിഷ, ലക്ഷ്മണൻ, ഫാത്തിമത്ത് ഫർസാന, SG മുകുന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ക്ലീൻ സിറ്റി മാനേജർ TK പ്രകാശൻ നന്ദി പറഞ്ഞു. ഹരിത കർമ്മസേന അംഗങ്ങൾ, ശുചീകരണ വിഭാഗം ജീവനക്കാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗജവീരൻ ശങ്കരൻകുളങ്ങര മണികണ്ഠന്റെ ഓർമ്മയ്ക്കായി പൂർണ്ണകായ ശില്പം അനാച്ഛാദനം ചെയ്തു. തൃശൂർ ശങ്കരൻകുളങ്ങര ദേവീക്ഷേത്രത്തിന് മുന്നിൽ നടന്ന ചടങ്ങിനോടനുബന്ധിച്ച് ആനയൂട്ടും സംഘടിപ്പിച്ചു. തൃശൂർ പൂരത്തിന്റെ പറയെടുപ്പ് മുതൽ മഠത്തിൽ വരവിന്റെ ഇറക്കി എഴുന്നള്ളിപ്പിൽ വരെയായി 58 വർഷത്തോളം പൂരനഗരിയിലെ സജീവ സാന്നിധ്യമായിരുന്നു ശങ്കരൻകുളങ്ങര മണികണ്ഠൻ. പൂരപ്രേമികളുടെ മനം കവർന്ന മണികണ്ഠൻ കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ചെരിയുന്നത്. മണികണ്ഠന്റെ ഓർമ്മയ്ക്കായി ശില്പി സൂരജ് നമ്പ്യേട്ടിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിനു മുന്നിലായി ജീവൻ തുടിക്കുന്ന ശില്പം നിർമ്മിച്ചത്. പുറനാട്ടുകര ശ്രീ രാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ ശില്പം അനാച്ഛാദനം ചെയ്തു. 9 ആനകളാണ് സുഖചികിത്സയുടെ ഭാഗമായുള്ള ആനയൂട്ടിൽ പങ്കെടുത്തത്. ആനചികിത്സാ വിദഗ്ധൻ ഡോക്ടർ PB ഗിരിദാസിന്റെ സാന്നിധ്യത്തിലായിരുന്നു സുഖചികിത്സയ്ക്ക് തുടക്കം കുറിച്ചത്. ആനയൂട്ടിന് ശേഷം ശങ്കരൻകുളങ്ങര മണികണ്ഠന്റെ ശില്പത്തിനു മുന്നിൽ വണങ്ങിയ ശേഷമാണ് ഓരോ ആനകളും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃപ്പാളൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 9 ലിറ്റർ മദ്യവുമായി കാവശ്ശേരി സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. കാവശ്ശേരി ചൂണ്ടക്കാട് പാറപ്പുറം വീട്ടിൽ 42 വയസ്സുള്ള ഫൈസലിനെയാണ് കുഴൽമന്ദം എക്സൈസ് റേഞ്ച് പാർട്ടി പിടികൂടിയത്. കുഴൽമന്ദം എക്സൈസ് റേഞ്ച് പാർട്ടി തൃപ്പാളൂർ കരയിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 9 ലിറ്റർ മദ്യം പിടികൂടിയത്. സംഭവത്തിൽ കാവശ്ശേരി ചൂണ്ടക്കാട് സ്വദേശി പാറപ്പുറം വീട്ടിൽ 42 വയസ്സുള്ള ഫൈസലിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ AB പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് മദ്യം കടത്തിയ ഇരുചക്ര വാഹനം സഹിതം ഫൈസലിനെ പിടികൂടിയത്. മുൻ അബ്കാരി കേസ് പ്രതി കൂടിയാണ് ഫൈസൽ. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V റോബർട്ടിന്റെ നിർദ്ദേശപ്രകാരം തൃപ്പാളൂർ മേഖലയിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P സന്തോഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ VS ബാബു, AB സന്ദീപ്, P രതീഷ്, ഡ്രൈവർ A ഹാരിസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ആലത്തൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്ത് ആലത്തൂർ മത്സ്യഭവന്റെ നേതൃത്വത്തിൽ മത്സ്യ കർഷക ദിനാചരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി. ബ്ലോക്ക് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ ഒരു പങ്ക് ആക്കൊണ്ട് ഫിഷറീസ് വകുപ്പിനുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫിഷറീസ് നടത്തുന്ന പദ്ധതികൾ നടത്തുന്നുണ്ട്. അവസാനം മഴ വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളം വരുമ്പോൾ നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർന്ന് കുറേ ചെറിയ ചെറിയ താണങ്ങളായാലും വേണ്ടിയ ചെറിയ ചെറിയ കുളങ്ങളായാലും വേണ്ടിയ അല്ലെങ്കിൽ പുഴയുടെ ചില ഭാഗങ്ങൾ നമ്മൾ വെള്ളമൊക്കെ കെട്ടിയുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാറുണ്ട്. നല്ല ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ, വണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശശികല, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം, ബ്ലോക്ക് മെമ്പർമാരായ P സ്മിത, P കനകരാജൻ, M മനോജ്, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ A ശബ്ന,
ഫിഷറീസ് ഓഫീസർ ശ്രുതി ആർ നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഈ വർഷത്തെ മികച്ച മത്സ്യകർഷകനുള്ള മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ പുരസ്കാരം നേടി പ്രവാസി കൂടിയായ മുള്ളൂർക്കര സ്വദേശി കെ മരക്കാർ. ദേശീയ മത്സ്യകൃഷി ദിനത്തിൽ 28 വർഷത്തെ പ്രവാസി ജീവിതത്തിനു ശേഷം നാട്ടിലെത്തി ആരംഭിച്ച മത്സ്യകൃഷിയിലും നൂറുമേനി വിജയം കൊയ്ത കെ മരക്കാർ എന്ന നാട്ടുകാരുടെ സ്വന്തം തങ്കക്കായിയെ നമുക്ക് പരിചയപ്പെടാം. മുള്ളൂർക്കര ഇരുന്നലങ്കോട് കുന്നത്ത് പീടികയിൽ കെ മരക്കാർ എന്ന 65-കാരൻ നാട്ടുകാർക്ക് സ്വന്തം തങ്കക്കായിയാണ്. ദേശീയ മത്സ്യകൃഷി ദിനത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ മികച്ച മത്സ്യകർഷകനുള്ള പുരസ്കാരം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഏറ്റുവാങ്ങുമ്പോൾ തൻ്റെ പ്രവാസി ജീവിതത്തിലെ പൊള്ളുന്ന വെയിലോർമ്മകളിൽ നിന്ന് പ്രത്യാശയുടെ തണൽ വഴികളിലേക്ക് നടന്നുകയറിയതിൻ്റെ നിർവൃതിയിലാണ് കെ മരക്കാർ. ബെന്യാമിൻ്റെ ആടുജീവിതം നോവലിലെ നജീബിനെ വായിച്ചറിഞ്ഞതിനു ശേഷമാണ് പ്രവാസ ജീവിതത്തിലെ ഇരുണ്ട ദിനങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നത്. നജീബിനോളം തന്നെ പ്രതിസന്ധി ഘട്ടം നിറഞ്ഞതാണ് കെ മരക്കാറിൻ്റെ പ്രവാസി ജീവിതവും. 1981-ലാണ് കെ മരക്കാർ ഗൾഫിലെത്തുന്നത്. സൗദിയിലെ അഫാർ അൽബത്തീൻ എന്ന പ്രദേശത്തെ കടയിൽ ജീവനക്കാരനായാണ് എത്തിയതെങ്കിലും മരുഭൂമിയിലെ കനത്ത ചൂടിൽ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കാനും കൃഷി ചെയ്യാനുമായിരുന്നു കെ മരക്കാരനെ അറബി നിയോഗിച്ചത്. കൃത്യമായി ഭക്ഷണമോ കുടിക്കാൻ വെള്ളമോ ഇല്ലാതെ കടന്നുപോയ ദിവസങ്ങളേറെയാണെന്ന് മരക്കാർ പറയുന്നു. കടുപ്പം നിറഞ്ഞ 28 വർഷത്തെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തി ഇനി എന്തു ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് മത്സ്യകൃഷി എന്ന ആശയം ഉദിക്കുന്നത്. മുള്ളൂർക്കര പഞ്ചായത്തിലെ മത്സ്യകൃഷി കോർഡിനേറ്റർ ഡോക്ടർ KM അബ്ദുൾ സലാമിൻ്റെ മാർഗനിർദ്ദേശത്തോടെയാണ് മരക്കാർ മത്സ്യകൃഷി തുടങ്ങുന്നത്. ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് പ്രവാസി ജീവിതമായിരുന്നു. അവിടെ വളരെ കഷ്ടപ്പെട്ട് കൺസ്ട്രക്ഷൻ വർക്കും പിന്നെ തുടർന്ന് ചെറിയൊരു കടയും ഇടാനായിട്ട് 28 കൊല്ലം അവിടെ നയിച്ചു. പിന്നീട് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് കാലിൻ്റെ മുട്ടുവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ നാട്ടിൽ വന്ന് പിന്നെ അതിൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ സർക്കാരിൻ്റെ ഇങ്ങനെ ഒരു കൃഷി പദ്ധതി ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മുടെ കൂട്ടായ സലാം നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്ത് ഇതിലേക്ക് ക്ഷണിച്ചു. 100 മേനി വിജയം കൊയ്ത മത്സ്യകൃഷിക്കൊപ്പം കെ മരക്കാർ പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട്. അറബിക്കഥ സിനിമയിൽ ഗൾഫിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ ശ്രീനിവാസൻ കഥാപാത്രം ക്യൂബ മുകുന്ദൻ പറഞ്ഞതുപോലെ അധ്വാനിക്കാൻ മനസ്സുള്ളവന് എവിടെയും പൊന്നു വിളയിക്കാനാകുമെന്നാണ് കെ മരക്കാറും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പെരുമുടി മേഖലയിൽ കൊക്കോ കൃഷി വ്യാപകമാക്കാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം തുടങ്ങി. ഇതിന്റെ ഭാഗമായി കൊക്കോ തൈകൾ വിതരണം ചെയ്തു. ആദ്യഘട്ടമെന്ന നിലയിൽ പഞ്ചായത്ത് പരിധിയിലെ 50 ഏക്കർ സ്ഥലത്താണ് കൊക്കോ കൃഷി ചെയ്യുന്നത്. കൊക്കോ റബ്ബറിന്റെ ഇടവേളയായി കൃഷി ചെയ്യാമെന്നും സമ്പാദ്യം നേടിത്തരുന്ന കൃഷിയാണെന്നും പൗലോസ് മാസ്റ്റർ പറഞ്ഞു. ഞാനൊരു കർഷകനാണ്. ഞാൻ 93 ഇവിടെ റബ്ബർ കൃഷി വായിപ്പിക്കാൻ വേണ്ടി കൃഷി ചെയ്ത് ഇവിടെയുള്ള ജനങ്ങളെ കുറേ ആളുകളെ ബോധവൽക്കരിച്ച് വ്യാപകമായിട്ട് റബ്ബർ കൃഷി ഇവിടെ ആരംഭിച്ച ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2023 ഞാനത് റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരാശയം തോന്നിയത്, നമ്മൾ റബ്ബർ കൃഷി ഒറ്റയ്ക്കുള്ളൊരു കൃഷിയാകുമ്പോൾ നമുക്കതിൽ നിന്ന് റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ട് ആദായം കുറവാണ് കിട്ടുക. അപ്പോൾ അതിന് അഡീഷണൽ ഒരു ഇൻകം എന്നുള്ള നിലയ്ക്ക് റബ്ബർ പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ആശയം വന്നു. അപ്പോൾ അതിനൊരു കൊക്കോ കൃഷി ചെയ്യാന്നൊരു ആലോചനയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൈ വെക്കുമ്പോൾ തന്നെ ഞാനത് തൈയുടെ അകലം 15-15 ആണ്. ഞാൻ റബ്ബർ തൈ 10-20 വെച്ചു. അപ്പോൾ നമുക്ക് 20 അടി ഗ്യാപ്പിൽ കൊക്കോ വയ്ക്കാൻ സൗകര്യം ഉണ്ടാവും. അങ്ങനെ ആ 20 അടി അകലത്തിൽ കൊക്കോ വയ്ക്കാൻ വേണ്ടി കൊക്കോയുടെ തൈയുടെ ലഭ്യത അന്വേഷിച്ച് ഞാൻ ഇറങ്ങിയപ്പോൾ നെറ്റിൽ നിന്ന് എനിക്ക് കിട്ടാൻ കഴിഞ്ഞത് തൈന് 400 ചില്ലാൻ്റെ വില പ്രൈവറ്റ് നഴ്സറികളിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ കാഡ്ബറീസ് സപ്ലൈ ചെയ്യേണ്ടെന്ന് മനസ്സിലാക്കി. കാഡ്ബറീസ് കമ്പനി കൊക്കോ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ തൈ സപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ 15 രൂപയ്ക്ക് തൈ ഇവിടെ ഇറക്കിത്തരാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ കൃഷിസ്ഥലം അവരെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഈ പ്രദേശത്ത് വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പഞ്ചായത്ത് ഒരു സ്കീം വെച്ച് ഒരു 20 ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ കൃഷി വ്യാപിപ്പിക്കാമെന്ന് പറയുകയാണെങ്കിൽ, പഞ്ചായത്തിന്റെ ഒരു കൺസെന്റ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ DCCD എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്കീമായിട്ട് ഇട്ടുതരാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാല കഥാപ്രസംഗ കുലപതി V. സാംബശിവനെ അനുസ്മരിച്ചു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി.
ഇന്ത്യയിൽ ഗാന്ധിയൻ സത്യാഗ്രഹ സമരം ശേഷം ഗാന്ധിയൻ സത്യാഗ്രഹ സമരം ആദ്യം വിജയിപ്പിച്ചത് വൈക്കത്താണ്. വൈക്കത്താണ് പരീക്ഷിച്ച് വിജയിച്ചത് സത്യാഗ്രഹം. അന്ന് ഗാന്ധിജി വന്നു. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ഒരുമിച്ച് നടത്തിയ സമരം. ശ്രീനാരായണ ഗുരു നേരിട്ട് നടത്തിയ ഒരു രാഷ്ട്രീയ സമരം. അന്ന് ഗുരു ആ വഴി പോയപ്പോൾ വൈക്കത്തെ ചുറ്റുമതിലിന് ചുറ്റുമുള്ള വഴിയിലൂടെ പട്ടിക്ക് പൂച്ചയ്ക്ക് നടക്കാം, പക്ഷെ ശ്രീനാരായണ ഗുരുവിന് നടക്കാൻ പാടില്ല. മുന്നിട്ട് മടക്കി വെച്ചു. ഒറ്റപ്പാലം JRJ കോംപ്ലക്സിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. വായനശാല പ്രസിഡന്റ് E. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മണിയമ്മ എഴുതിയ കവിതാ സമാഹാരം പഴുക്കടക്ക TVM അലിക്ക് നൽകി പ്രകാശനം ചെയ്തു. സർവോദയം രാമചന്ദ്രൻ നായരുടെ ആത്മകഥാ പുസ്തകം ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C. വിജയന് നൽകി പ്രകാശനം ചെയ്തു. വായനശാല സെക്രട്ടറി IM സതീശൻ, വികസന സമിതി ചെയർമാൻ PV ഹംസ, P. പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. MP സുബിത പ്രാരംഭഗാനം ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുളപ്പള്ളി ശ്രീ പാലന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗണപതി അയ്യപ്പ ക്ഷേത്ര സമർപ്പണവും പുനഃപ്രതിഷ്ഠയും നടന്നു. നവീകരിച്ച ശ്രീകോവിൽ സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. കുളപ്പള്ളി പാലന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉപദേവതകളായ ഗണപതി അയ്യപ്പ ക്ഷേത്രങ്ങളുടെ പുതുക്കിപ്പണിത ശ്രീകോവിലിന്റെ സമർപ്പണവും പുനഃപ്രതിഷ്ഠയുമാണ് നടന്നത്. താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരിയന്നൂർ വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നവീകരിച്ച ശ്രീകോവിൽ സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. അത് നമ്മുടെ ഈ നാടിന് ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. അമ്പലങ്ങളുടെ കാര്യത്തിൽ അമ്പലങ്ങൾ നന്നായാൽ അതോടുകൂടി നാട് നന്നാവുക. അങ്ങനെയുള്ള വലിയ സാധ്യതയാണ് ഈ പാലന്നൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അതിനുവേണ്ടി ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിന്റെ പേരും പെരുമയും കൂടുതൽ നാടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സജീവൻ കാനത്തിൽ, ക്ഷേത്ര വികസന സമിതി പ്രസിഡന്റ് P. സുധീർ, സെക്രട്ടറി പ്രദീപ് കാതുവീട്ടിൽ, B. ശരത്ചന്ദ്രൻ, മോഹനൻ കാതുവീട്ടിൽ, പത്മജ അരക്കുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം, പ്രസാദ വിതരണം എന്നിവയുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം CSN ട്രസ്റ്റിന്റെ സാഹിത്യവേദിയായ അക്ഷരപക്ഷത്തിന്റെ CSN സുവർണ ജൂബിലി സാഹിത്യ പുരസ്കാരം മാനസിക്ക്. 1,00,000 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ഒറ്റപ്പാലം CSN ഓഡിറ്റോറിയത്തിലാണ് പുരസ്കാര സമർപ്പണ ചടങ്ങ്. ജയനാരായണൻ ഒറ്റപ്പാലം രചിച്ച ദ ട്രിംബൻ സാഗ ഓഫ് ഭാരത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. CSN ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ CSN സുവർണ ജൂബിലി സാഹിത്യ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ട്രസ്റ്റ് സെക്രട്ടറി EP ചിത്രേഷ് നായർ അധ്യക്ഷത വഹിക്കും. ട്രസ്റ്റി ശശി രൂപൻ തിരുമിറ്റക്കോട് ചേറ്റൂർ ശങ്കരൻ നായർ ജന്മദിന അനുസ്മരണം നടത്തും. വിശദമായ കാര്യങ്ങൾ ശ്രീ ഫിറോസ് പറഞ്ഞു. CSNന്റെ സുവർണ ജൂബിലി സാഹിത്യ പുരസ്കാര സമർപ്പണമാണ് മാനസിക്ക് നാളെ വൈകുന്നേരം സമർപ്പിക്കുന്നത്. അതോടൊപ്പം ശ്രീ ജയനാരായണൻ ഒറ്റപ്പാലം രചിച്ച ട്രയംഫന്റ് ഓഫ് സാഗ ഓഫ് ഭാരത് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം മാനസി ശ്രീ പ്രൊഫസർ ലതാ നായർക്ക് കൊടുത്തുകൊണ്ട് നിർവഹിക്കുകയും ചെയ്തു. ശ്രീ EP ചിത്രേഷ് നായർ CSNന്റെ സെക്രട്ടറി ആയിരിക്കും അധ്യക്ഷത വഹിക്കുന്നുണ്ടാവുക. ആശംസാ പ്രസംഗം ശ്രീ ഫിറോസ് പടിഞ്ഞാറക്കരയും ശ്രീ പ്രേമി മോഹനും. CSN അക്ഷരപക്ഷം സാഹിത്യവേദി പ്രസിഡന്റ് N. പ്രദീപ്, നാടകവേദി പ്രസിഡന്റ് ഫിറോസ് പടിഞ്ഞാറക്കര, ജയനാരായണൻ ഒറ്റപ്പാലം, അജിത് പ്രഭാകർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. 7 വർഷമായിട്ടും വാളയാർ കേസിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തത് പോലീസ് സംവിധാനത്തിനും സർക്കാരിനും വലിയ നാണക്കേടെന്ന് ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസ്. ഇവിടെ നടക്കുന്നത് നീതി നിഷേധം. നീതി ലഭിക്കും വരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ബിഷപ്പ്. കേസന്വേഷണം സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് 5 വിളക്കിന് സമീപം വാളയാർ നീതി സമരസമിതിയുടെ പ്രതിഷേധം. അവകാശ ദിനം ആചരിച്ച് CITO. വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും ധർണയും.
ലേബർ കോഡ് പിൻവലിക്കണമെന്നും സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കണമെന്നും മുഖ്യ ആവശ്യം. തൊഴിലാളി സമൂഹത്തെ അടിമയുഗത്തിലേക്ക് നയിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് യൂണിയൻ നേതാക്കൾ. പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്റെ പ്രതിഷേധം. +1 സീറ്റ് വിഷയത്തിൽ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും 4000-ലേറെ വിദ്യാർത്ഥികൾക്ക് ജില്ലയിൽ +1 പ്രവേശനം ലഭിച്ചിട്ടില്ലെന്ന് നേതാക്കൾ. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം പരസ്പര വിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമെന്നും ആക്ഷേപം. BMBC നിലവാരത്തിൽ 6 വർഷം മുമ്പ് നവീകരിച്ച ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ കൂനത്തറ പൊതുമരാമത്ത് റോഡ് തകർച്ചയിൽ. നിർമ്മാണത്തിലെ അപാകത തകർച്ചയ്ക്കു കാരണമെന്ന് ആക്ഷേപം. 6 വർഷം കൊണ്ട് തത്തംകോട് സെന്ററിലെ കൾവർട്ട് തകർന്നതായും പല ഭാഗത്തും റോഡ് വിണ്ടുകീറിയതായും സംരക്ഷണ ഭിത്തികൾ തകർന്നുകൊണ്ടിരിക്കുന്നതായും പരാതി. പരുതൂരിൽ ഒപ്പുമതിൽ സൃഷ്ടിച്ച് പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ്. ഫണ്ട് ലഭ്യമല്ലാത്തതുമൂലം ഭരണം പ്രതിസന്ധിയിലെന്ന് ഭാരവാഹികൾ. വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ സത്വര ഇടപെടൽ വേണമെന്ന് ആവശ്യം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തോടെ വാർഡുകളിൽ പ്രചരണാവേശം. മങ്കര 4-ാം വാർഡിലും മുള്ളൂർക്കര 11-ാം വാർഡിലും LDF, UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 30-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.